ഓന് ജനുവരിക്ക് 12 ആകുള്ളൂ. ചായക്ക് വെള്ളം വെച്ചിക്കണമ്മ പോകരുത്. 2, 3 ആണോട് അയ്യോ ചായ കുടിക്കാമേ അല്ലേ? എന്ത് 3 മാസം കഴിഞ്ഞ 12 3 മാസല്ലേ? ഇതിപ്പോ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഇനി വരുന്ന കൊല്ലത്തേക്ക് 12 വയസ്സാകുള്ളൂ. ആ സൂര്യ ഡ്രീംസിൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നലെ ഞായറാഴ്ച വിഷു എന്നല്ലേ, അപ്പോൾ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ വിഷു നേരുന്നു. അപ്പോൾ വൈകി വന്ന വേളയിൽ ഒരു വിഷു ആശംസകൾ എന്ന് പറഞ്ഞാൽ വിഷു കഴിഞ്ഞിട്ടാണോ ആശംസിക്കണോ ചോദിച്ചാൽ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ലേന്നു കേട്ടോ. അതുകൊണ്ടായിരുന്നു കഴിഞ്ഞ ഏതൊരു വീഡിയോ ഇട്ടേന്ന്. അപ്പോൾ വിഷുവിൻ്റെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ വല്ലാണ്ടൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ വീഡിയോ എടുത്തേച്ചേന്നു കേട്ടോ. അങ്ങനെ രാവിലെ ഞാനൊരു 5 മണിക്ക് എണീറ്റാണ്ട് അകൊക്കെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ വിളക്ക് കത്തിക്കാനും വേണ്ടി നിന്ന്. നല്ലൊരു ദിവസമായതുകൊണ്ട് വിളക്ക് കത്തിക്കാതെ നിൽക്കണ്ടല്ലോ വിചാരിച്ചു കേട്ടോ. അതിന് ശേഷം വിളക്കാട്ടലൊക്കെ കഴിഞ്ഞാണ്ട് ഇതാക്കണം. ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്പലത്തേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ എന്തോ പോയില്ല കേട്ടോ. ചായക്കുള്ള വെള്ളം തിളച്ചതിന് ശേഷം പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് എന്തായാലും വിഷു ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും മധുര പലഹാരങ്ങൾ ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ ഉണ്ടാക്കിയത് ഉണ്ണിയപ്പമാണ് കേട്ടോ. കുറച്ച് അരിപ്പൊടിയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ കൂടുതലായിട്ട് എടുത്തത്. ഞാൻ അരി അരച്ച് ഉണ്ണിയപ്പം ചൂടണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല. കുറച്ചിങ്ങോട്ട് പുറത്തേക്കൊക്കെ വെച്ച് കൊടുക്കുമല്ലോ, ഞങ്ങളുടെ രീതിയിൽ അങ്ങനെയാണ് കേട്ടോ. എല്ലാതും ഉണ്ടാക്കിയതിന് ശേഷം പുറത്തേക്ക് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിനും കണ്ട് ഞാൻ കുറച്ച് മാത്രം ഉണ്ടാക്കി. പിന്നെ നമ്മൾക്ക് തിന്നാനും ഉണ്ട് കേട്ടോ, അതിന് ഇല്ലായ്മ ഒന്നുമില്ല. ഇത് മതി. അപ്പോൾ ഞാൻ എന്തായാലും ചുട്ടെടുക്കട്ടെ. അപ്പം ഞാൻ അരി വെള്ളത്തിലിടണം വിചാരിച്ചിരുന്നു. അപ്പോൾ ഐശ്വര്യം അരി വെള്ളത്തിലിട്ടേന്നു. ഓള് ദോശ ഉണ്ടാക്കണം പറഞ്ഞിട്ടോ. പിന്നെ ഞാൻ ഇടാനൊന്നും നിന്നില്ല. ഞാൻ പിന്നെ ഗോതമ്പ് പൊടി എടുത്തു കേട്ടോ. അങ്ങനെ ഇതാക്കണം. ഞാൻ ഓരോ ഉണ്ണിയപ്പം ചുട്ടെടുക്കുകയാണ്. ഉണ്ണിയപ്പമൊക്കെ ഉഷാറായിട്ടുണ്ട് കേട്ടോ. തിന്നാണ്ട് ഓല് അഭിപ്രായം പറഞ്ഞു ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല, അരിപ്പൊടി ഇതൊക്കെ ഒരു നുള്ള് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് മധുരത്തിനുള്ള ശർക്കര, ഒരു നുള്ളി ഏലക്കായൊക്കെ ചേർത്താണ്ടാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. സംഗതി എന്തായാലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ എടുത്ത വിഭവങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ എനിക്കൊരു സമയമില്ലേന്നു. പിന്നെ ഞാൻ വീഡിയോ എടുത്തൊന്നുമില്ല കേട്ടോ. പണീൻ്റെ തിരക്കും ഒക്കെ പാടായപ്പോൾ പിന്നെ ഇങ്ങനെ പോട്ടെ വിചാരിച്ചു. പിന്നെ വിരുന്ന് പോണതാണ് കേട്ടോ വീഡിയോ എടുത്തത്. അതും സമയം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോൾ അപ്പോൾ സൂര്യമോൾ കരയാണ്, ഇന്നെ എടുക്കമ്മ എന്ന് പറഞ്ഞത്. അപ്പോൾ വിഷുവിനൊരുവിധ ആൾക്കാരൊക്കെ സദ്യ ആവൂല ഉണ്ടാക്കുക. കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ എല്ലാവരും വിരുന്ന് പോണ തിരക്ക് തന്നെ. ഓട്ടോഷനെ വിളിച്ചിട്ടൊന്നും ഞങ്ങൾക്ക് കിട്ടുകയല്ല. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് വീടിൻ്റെ അടുത്തുള്ളതാണ്. ആളെ പേര് ഷഹീർ എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബൈക്കുമ്പോൾ പോവാത്ത എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാണ്ടേന്നു. പിന്നെ വിഷ്ണു പറഞ്ഞു അമ്മ ബൈക്കുമ്പോൾ പോകണ്ട, ഓട്ടോറിക്ഷയ്ക്ക് പോവാന്നൊക്കെ. അങ്ങനെ ഞങ്ങളിതാ ബൈക്കുമ്മേൽ പോക്ക് ഒഴിവാക്കി ഓട്ടോറിക്ഷയ്ക്ക് പോയത് കേട്ടോ. അങ്ങനെ സംഗതി ഞങ്ങൾ തിരുവാലി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ എന്താ ഉണ്ടാക്കിയത് വെച്ചാൽ നെയ്ച്ചോറും കോഴി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ സദ്യ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ എന്തോ ഞങ്ങൾ ഏതായാലും അവിടെ നിന്ന് പോരുകയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ നെയ്ച്ചോറും കോഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മതി എന്ന് പറഞ്ഞു. സദ്യ ആകുമ്പോൾ അത് അത്രയും നല്ലതാണ്. പക്ഷെ പറഞ്ഞിട്ട് ഇപ്പം എന്താ കാട്ടണേ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് മക്കളെ. പിന്നെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. പൂവ് കത്തിക്കണതും പടക്കം പൊട്ടിക്കണതും വിഷ്ണു ആണ് കേട്ടോ. ഓനൊരു പേപ്പർ വെച്ചാണ്ട് കേട്ടോ സംഗതി പടക്കം പൊട്ടിക്കണത്. പേപ്പറിൽ തീ കൊളുത്തിയാണ്ട് പടക്കം പേപ്പറിൻ്റെ കുറച്ച് വിട്ട് വെക്കും. പിന്നെ ഓന് ഒറ്റ ഓട്ടയക്കാരാ അവിടെ നിന്ന്.
അങ്ങനെ പടക്കം പൊട്ടിച്ചും പൂവ് കത്തിച്ചും പൂത്തിരി കത്തിച്ചും അങ്ങനെ ഞങ്ങൾ വിഷു അങ്ങോട്ട് ആഘോഷിച്ചിട്ടോ വീട്ടിൽ വന്നതിന് ശേഷം. പിന്നെ ഇതാ ഞാൻ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ, അതിങ്ങോട്ട് ചൂടാക്കട്ടെ വിചാരിച്ചു. അതിൽ അമ്മ പറഞ്ഞു ചൂടാക്കി അടുത്ത് തിന്നോളാം, ഉച്ചക്കത്തല്ലേ, രാവിലെ ഉണ്ടാക്കിയതല്ലേ ഉച്ചക്ക് ചോർക്ക്, അപ്പം അത് ചൂടാക്കിട്ടോ. അപ്പോൾ ഇത്ര മതിയെന്ന് ചോദിച്ചാൽ താട്ടനൊന്നും വല്ലാണ്ട് ചിക്കൻ തിന്നില്ല. താട്ടന് അമ്മ അതുപോലെ തന്നെ അച്ഛനൊന്നും തിന്നൂല കേട്ടോ. ഓലൊക്കെ ഓരോ 2 കഷ്ണം എടുത്താൽ അതങ്ങനെ കഴിയും. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങളല്ലേ, ഞങ്ങൾക്കിത് മതി കേട്ടോ, ഇതന്നെ ധാരാളം ഉണ്ടാവും. അങ്ങനെ ഇതാ മൺചട്ടിയിലായിരുന്നു അമ്മ ചിക്കൻ കറിയൊക്കെ വെച്ചിരുന്നത്. ഞാനതൊന്ന് ചൂടാക്കി ഞാൻ ഇതിലൊരു നുള്ള് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ കറി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ചോറുണ്ണാൻ നിൽക്കാം കേട്ടോ. അമ്മ അവിടെ കൊലയും ഇരിക്കാം കേട്ടോ. പിന്നെ മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടാവുമല്ലോ എനിക്കറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അങ്ങനെ ഇതാ സമയം ഒരു 8 മണിയായപ്പോൾ ഞാനിങ്ങനെ പണികളൊക്കെ ഒരുങ്ങിയിരിക്കാണ്ട്. പണികൾ ഒരുങ്ങി അറിയാൻ മാത്രമൊന്നുമില്ല, എല്ലാം ഉച്ചക്കായതല്ല. പിന്നെ കറി ഉണ്ടായിരുന്നു കുറച്ച്, അത് ചൂടാക്കാൻ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അമ്മനോട് ആ കറി മതിയെന്ന്. അപ്പോൾ അമ്മ ഞാൻ പിന്നെ പറഞ്ഞത്, ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങോട്ട് നോക്കി അച്ഛൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടില്ല വൈകുന്നേരത്തെ. അപ്പോൾ അതെന്ത് ചോദിച്ചിട്ടോ, ഞാൻ അപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ വന്നിട്ട് ചായ കുടിക്കുള്ളൂ, നിങ്ങൾ വന്നിട്ട് ചായ തന്നാൽ മതി, എൻ്റെ കുട്ടികളും മക്കളൊക്കെ വരട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ സംഗതി അത് കേട്ടപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ അച്ഛനോട് ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ വേണോ, ബിസ്ക്കറ്റ് ഉണ്ടാവുകയാണോ ചോദിച്ചാണ്ട്. അങ്ങനെ ബിസ്ക്കറ്റ് അപ്പം എടുത്തു കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെയാണ് ചായൻ്റെ കാര്യം അമ്മ പറഞ്ഞത്. അതിൽ ഞാൻ ചോദിച്ചു അല്ല അച്ഛങ്ങൾക്ക് ചായ വേണോ ഇരിക്കുന്നു കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു ആ വേണ്ട വരും കൊടുത്തളാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോൾ എനിക്ക് ലാസ്റ്റ് ചായ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് കേട്ടോ. അതിൽ ഞാൻ കുറച്ച് ചായയൊക്കെ കൊണ്ടു കൊടുത്തു. പിന്നെ കടി പറഞ്ഞാൽ ബ്രെഡ് ഉണ്ടായിരുന്നു, അച്ഛന് തിന്നാൻ പറ്റിയതൊക്കെ വാങ്ങിയത് കേട്ടോ. പിന്നെ കപ്പ് കേക്കൊക്കെ ഉണ്ടല്ലോ, അതൊന്നും തിന്നൂല, നല്ല മധുരം ഉള്ളതുകൊണ്ടേ. അപ്പോൾ വലിയ മധുരം ഇല്ലാത്ത സൈസ് ബേക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു നിങ്ങൾ വന്നിട്ട് എൻ്റെ മകൾ വന്നിട്ടേക്ക് ചായ തന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ചായ കൊണ്ടു കൊടുത്തു, പിന്നെ ബ്രെഡും കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ബ്രെഡ് എന്തെങ്കിലും വേണോ ചോദിച്ചു, ഇനി വേണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ രാത്രി ചായ കുടിക്കുക. പിന്നെ ചോറ് എന്ന് പറഞ്ഞാൽ വല്ലാണ്ടൊന്നും തിന്നൂല, കുറച്ച് 2-3 കയ്യിൽ ചോറൊക്കെ തിന്നെങ്കിൽ തിന്നു. അത് 2-3 കയ്യിൽ പറഞ്ഞാൽ ചെറിയ കയ്യിൽ കഞ്ഞി കുടിക്കണം കുഞ്ഞു കയ്യിലൊക്കെ ഉണ്ടല്ലോ, അതിനുള്ള ചോറൊക്കെ തിന്നുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഇങ്ങോട്ട് നല്ലോണം തിന്നും. പിന്നെ ഞാനങ്ങോട്ട് വീഡിയോ എടുത്തത് എന്ന് പറഞ്ഞാൽ രാവിലെ കേട്ടോ. ഇവിടെ താട്ടനും വിഷ്ണുവൊക്കെ പടക്കം പൊട്ടിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് ഇടയിൽ കൂടെ കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് രാവിലെയാണ്. അപ്പോൾ താട്ടൻ എന്തോ ഫോണിൽ പാമ്പിൻ്റെത് എന്തോ കണ്ടിരിക്കുകയാണ്. അതിൽ അമ്മ പോയി പാളി നോക്കുന്നുണ്ട്, വിഷ്ണുവിൻ്റെ അച്ഛനും നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ മുറ്റത്തേക്ക് നോക്കിയതാണ്. അമ്മ രാവിലെ മുറ്റൊക്കെ അടിച്ചൊരു വൃത്തിയാക്കിയെന്ന് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ റബ്ബറും തോട്ടം അടുത്ത് മുറ്റത്ത് തന്നെ ഒരു മഹാഗണി മരം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മുറ്റമൊക്കെ എപ്പോഴും പരന്നോണ്ട്. പിന്നെ അവിടെ ഷീറ്റ് ഉണ്ടായിരുന്നു മുറ്റത്ത് കെട്ടിയത്, അതിൻ്റെ കയറ് സൂര്യമ്മൾക്ക് കൈയെത്തിച്ചാൽ എത്തും കേട്ടോ. ആ ഷീറ്റുമ്മൽ ആ കയറുമ്മൽ ഓളങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് ആ ഷീറ്റുമ്മത്തെ ചമ്മലൊക്കെ മുറ്റത്തേക്ക് ചാടിന്. അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞു ഞാനൊന്ന് അടിച്ചു തരട്ടെ അമ്മ, ചൂല് എവിടെ ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു ചൂലുണ്ട് അവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചൂല് കയ്യിൽ പിടിച്ച് എനിക്കത് അയിഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ, ചൂല് അടിച്ചു വരാനൊരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ പറഞ്ഞു ആ ചൂല് ഞാനൊന്ന് ശരിക്കും കെട്ടട്ടെ. അപ്പം അമ്മ കെട്ടി തരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ നിങ്ങൾ കെട്ടണ്ട, ഞാൻ കെട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ കെട്ടാണ് കേട്ടോ. അപ്പം താട്ടനുണ്ട് അവിടെ ഇതിലിങ്ങനെ നടക്കണ്. അപ്പം നേരം വെളുത്തു, എന്തപ്പം ഇന്ന് ഉച്ചക്കുള്ള ചോറ് ഉണ്ടാക്കുക, നെയ്ച്ചോറും കോഴിയാണോ ബിരിയാണിയാണോ എന്താ ഉണ്ടാക്കുക എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും വേണ്ടില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കണം. പിന്നെ എൻ്റെ അടുത്തതാ കൊന്നപ്പൂ തൂക്കിയിട്ടത് കണ്ട, അതാകെ വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മുറ്റടിച്ച് വരാൻ വേണ്ടി ചൂല് കെട്ടിയൊക്കെ റെഡിയാക്കട്ടെ. അമ്മ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇതാ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ അറിയില്ല. എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട് കേട്ടോ. അപ്പോൾ വിഷ്ണു ഉണ്ട് അവിടെ പടക്കം പൊട്ടിക്കുകയാണ്, പടക്കം കഴിഞ്ഞിട്ടില്ല, അവൻ പടക്കം പൊട്ടിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പടക്കം പൊട്ടിക്കണത് പേപ്പറിൽ കത്തിച്ചാണ്ട് ഓന് ഒരു ഓട്ടം ഓടും, പിന്നെ അവിടെ നിന്ന് പടക്കം പൊട്ടും, അങ്ങനെ ഓൻ പൊട്ടിക്കണത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ.